എല്ലാവർക്കും നമസ്കാരം. അന്നപ്രാശം എന്ന് പറയുന്നത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യമായി ചോറ് കൊടുക്കുന്നതിനാണ്. ചോറൂണ് എന്നാണ് പൊതുവെ ഇതിന് പറയപ്പെടുന്നത്. കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് 6ാമത്തെ മാസത്തിലാണ് ഈ അന്നപ്രാശം പറഞ്ഞിരിക്കുന്നത്. ഷഷ്ടേ മാസശനെ എന്നാണ് പ്രമാണം പറയുന്നത്. 6ാം മാസത്തിൽ ചോറ് കൊടുക്കണം. 7ാം മാസം പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ 8ാം മാസം മധ്യമമായിട്ടെടുക്കും. പിന്നീട് അങ്ങോട്ടുള്ള മാസങ്ങളിൽ കുഴപ്പമില്ല, കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6ാം മാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. കുട്ടിയെ സംബന്ധിച്ച് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ജനിക്കുന്ന മാസം മുതൽ, മലയാള മാസമാണ് ഉദ്ദേശിക്കുന്നത്, ജനിക്കുന്ന മാസം 1 എന്നെടുത്തിട്ട് തീയതി എത്രയാണെന്ന് നോക്കുന്നില്ല. ആ മലയാള മാസം 1-ാം തീയതി ജനിച്ചാലും 30-ാം തീയതി ജനിച്ചാലും 1 തന്നെ എടുക്കും. തീയതിയല്ല, ആ മാസം. അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് സൂര്യൻ നിന്ന രാശി, നമ്മൾ മലയാള മാസങ്ങളെല്ലാം സൂര്യൻ നിന്ന രാശിയുടെ പേരാണ് മാസങ്ങൾ കിട്ടിയിരിക്കുന്നത്. ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് സൂര്യൻ മാറിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത മാസം പറയും. അതുകൊണ്ട് കുഞ്ഞ് ജനിച്ച സമയത്ത് ഏത് രാശിയിലാണോ സൂര്യൻ നിന്നത്, ആ രാശിയിൽ നിന്നും 6ാമത്തെ രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുമ്പോൾ ആ കുട്ടിയുടെ ശരീരത്തിൽ ദഹനരസത്തിൻ്റെ ഉൽപ്പാദനവും വിതരണവും കൃത്യമായി നടക്കും. ആ സമയത്ത് ആ കുട്ടിയുടെ പൂർവികർ, മാതാപിതാക്കൾ ഏതു ഭക്ഷണമാണോ കഴിച്ചിട്ടുള്ളത് ആ ഭക്ഷണത്തിൻ്റെ അംശം ആ കുട്ടിയുടെ ഉദരത്തിൽ ചെന്നിരിക്കണം. കാരണം അവിടെ ദഹനരസം വന്നു. 6ാമത്തെ മാസം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമായി പറയുന്നത്. അതുകൊണ്ടാണ് ഷഷ്ടേ മാസശനെ എന്ന് പറഞ്ഞാൽ 6ാം മാസം ചോറ് കൊടുത്തോളണം, പൂർവികർ കഴിച്ച ഭക്ഷണം കൊടുത്തോളണം. നമ്മൾ മലയാളികൾ, കേരളത്തിലുള്ളവർ ചോറ് തന്നെയാണ് കഴിക്കുന്നത്, അരിയാണ് ഭക്ഷണം. ഗോതമ്പ് കഴിക്കുന്ന നാട്ടിലുള്ളവർ ഗോതമ്പ കൊടുക്കുന്ന കുട്ടിക്ക് 6ാം മാസം വരുമ്പോൾ. ഇങ്ങനെ അപ്പോൾ അതിനാണ് 6ാം മാസം. ചില സ്ഥലങ്ങളിൽ പറയുന്നു, ചില ആൾക്കാർ പറയുന്നേക്കാം ആൺകുട്ടിക്ക് അങ്ങനെ പെൺകുട്ടിക്ക് ഇങ്ങനെ പ്രത്യേകം ഒന്നുമില്ല. ശാസ്ത്രങ്ങളെല്ലാം ഒരുപോലെയാണ്. ആണിനും പെണ്ണിനും പ്രത്യേക ശാസ്ത്രം ഒരു കാര്യത്തിലുമില്ല, ഒരു മുഹൂർത്തത്തിലുമില്ല. അപ്പോൾ 6ാം മാസത്തിൽ ചോറ് കൊടുത്തുകൊള്ളണം. ഇതിന് പ്രത്യേക നക്ഷത്രങ്ങൾ പറയുന്നുണ്ട്. അത് ഒരു 16 നക്ഷത്രം പറയുന്നുണ്ട്. ഇതിന് ഊൺനാളുകൾ എന്നാണ് പറയുന്നത്. ഈ ഊൺനാളുകളിൽ ഏതെങ്കിലും നക്ഷത്രത്തിലായിരിക്കണം കുട്ടിക്ക് ചോറ് കൊടുക്കേണ്ടത്. അത് നോക്കുമ്പോൾ ഈ നക്ഷത്രം കുട്ടിയുടെ ജന്മനക്ഷത്രവുമായിട്ട് യോജിക്കുന്നതുമായിരിക്കണം. അതിനെ ഒഴിവാക്കേണ്ട നക്ഷത്രങ്ങളുണ്ട്. 3, 5, 7 നക്ഷത്രങ്ങളും അഷ്ടമരാശിക്കൂർ നക്ഷത്രവും അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് അത് തീരുമാനിക്കുന്നത്. അതൊരു ആചാര്യനാണ് തീരുമാനിക്കേണ്ടത്, നമ്മളല്ല. പക്ഷേ ഇതിനകത്ത് ആൾക്കാർക്ക് സംശയമായിട്ട് നിൽക്കുന്നത് ഈ ആണിനും പെണ്ണിനും പ്രത്യേകം പറഞ്ഞ ശാസ്ത്രവും, അതേപോലെ ഈ 6ാം മാസം എന്ന് പറയുന്നത് എങ്ങനെ, ഏത് മുതൽ തീയതി വെച്ച് പലരും കണക്കാക്കാറുണ്ട്. അപ്പോൾ അതുമെല്ലാം ഇതിനകത്ത് ഇല്ല. അങ്ങനെയൊന്നും അല്ല അതിൻ്റെ കണക്ക് പറയുന്നത്. ജനിച്ച മാസത്തെ ഒന്നൊന്ന് കൂട്ടിയിട്ട് 6ാമത്തെ മാസം വരുമ്പോഴാണ് ഇത് കണക്കാക്കേണ്ടത്. ഈ ഉണ്ണാളുകൾ എന്ന് പറഞ്ഞിരിക്കുന്ന നാളുകളാണ് മറ്റെല്ലാ ശുഭകർമ്മങ്ങൾക്കും പറയുന്നത്. ഉണ്ണാളുകൾ 16 എടുക്കാം എന്നിങ്ങനെ പറയും. അപ്പോൾ ഇത് ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ സൽക്കർമ്മമാണ്. ആദ്യമായിട്ട് കുട്ടിയെ ക്ഷേത്ര സങ്കേതത്തിൽ പ്രവേശിപ്പിക്കുന്നത് 6ാം മാസത്തിലാണ്. അതിനുശേഷം മാത്രമാണ് കുട്ടിയുടെ മറ്റ് ദോഷങ്ങൾക്ക്, ബാലാരിഷ്ടാദോഷങ്ങളും മറ്റു ദോഷങ്ങൾക്കുമുള്ള പരിഹാരം ചെയ്യുന്നതും ഈ 6ാം മാസം മുതലാണ്. ചോറ് കൊടുത്തതിന് ശേഷം മാത്രമാണ്. ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നതും അതിന് ശേഷം മാത്രമാണ്. അതിനു മുൻപ് ആ കുട്ടിയുടെ ശരീരത്തിന് ഈ ക്ഷേത്ര ചൈതന്യവും മറ്റും സ്വീകരിക്കുവാനുള്ള പ്രാപ്തിയില്ലാത്ത കാലഘട്ടമാണ്. അതെല്ലാം ഉണ്ടാകുന്നത് 6ാം മാസം മുതലാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുന്നു. ഈ ഊണാളുകൾ എന്ന് പറയുന്നത് അശ്വതി, രോഹിണി, മകയിരം, പുണർതം, പൂയം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, അനിഴം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, രേവതി, ഉത്രട്ടാതി എന്നിങ്ങനെ പറയുന്നതാണ് ഈ ഉണ്ണാളുകൾ എന്ന് പറയുന്ന 16 നക്ഷത്രങ്ങൾ. ഇതിലെല്ലാം തന്നെ നടത്താം. പക്ഷേ
കുട്ടിയുടെ നക്ഷത്രവുമായിട്ട് അത് യോജിക്കുന്നതാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ്. പിന്നെ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ വെച്ചാണ് ഈ അന്നപ്രാശം നടത്തുന്നത് എല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ ക്ഷേത്ര സങ്കേതത്തിൽ വെച്ച് നടത്തുന്നതിന് പ്രത്യേക മുഹൂർത്തം നോക്കേണ്ടതില്ല. ആ ക്ഷേത്രത്തിലെ ദേവന് നിവേദ്യ സമയം കഴിഞ്ഞിട്ടാണ് ചോറ് കൊടുക്കുന്നത്. അത് ഓരോ ക്ഷേത്രത്തിലും പ്രത്യേകമായ സമയങ്ങളുണ്ടായിരിക്കാം. അതവരാണ് പറയുന്നത്. മുൻകാലങ്ങളിലൊക്കെ വീടുകളിൽ വെച്ച് ചെയ്യുമായിരുന്നു. അതിനും പ്രത്യേക മുഹൂർത്തം നോക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ 6-ാം മാസത്തിൽ ചോറ് കൊടുക്കുക കുട്ടിയുടെ പിന്നീടുള്ള ആരോഗ്യാവസ്ഥയെയും ശരീരത്തിൻ്റെ പ്രത്യേകതകളെയും ദഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും ഉദരവ്യാധികളെയും ഒക്കെ ഇത് ബന്ധപ്പെട്ടിട്ടുണ്ട്. കൃത്യമായിട്ടും ഇത് ചെയ്താൽ അതൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. എല്ലാവരെയും സർവേശ്വരിയായിട്ടുള്ള ദേവി അനുഗ്രഹിക്കട്ടെ.